മാതൃഭൂമി സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മാതൃഭൂമി MD ശ്രേയാംസ് കുമാർ ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. സാറ ടീച്ചർ, പുരസ്കാര സമർപ്പണത്തിയ ബഹുമാന്യായ പ്രതിഭ റായ്, ഈ ചന്ദ്രൻ, സന്തോഷ് കുമാർ, രാജശ്രീ, സുഭാഷ് ചന്ദ്രൻ, ഇവിടെ സന്ദരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു സാഹിത്യ പുരസ്കാര ചടങ്ങിൽ പ്രസംഗിക്കാനുള്ള കെൽപ്പുള്ള ആളല്ല ഞാൻ. പക്ഷേ മാതൃഭൂമി നൽകുന്ന പുരസ്കാരമായതുകൊണ്ടും അതിൻ്റെ MD ആയതുകൊണ്ടും ആ ചുമതല നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ടീച്ചർ തന്നെ കഴിഞ്ഞ മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ പറഞ്ഞ പോലെ പെണ്ണെഴുത്ത് എന്നുള്ളതൊന്നല്ല, അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ഒരു സംഗതിയല്ല അത്. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒരു ഫെമിനിസം, പെണ്ണെഴുത്ത്, സ്ത്രീകളെ വേറെ, പുരുഷന്മാർ, ആ കാലഘട്ടമൊക്കെ മാറി. ഇതെല്ലാം തുല്യമായി കാണേണ്ട കാലഘട്ടമാണ്. പണ്ടും അങ്ങനെ തന്നെയാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അപ്പം അങ്ങനെ വേർതിരിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോരുത്തരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് സ്ത്രീയൊന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡറോ ഒന്നോ നോക്കിയിട്ടല്ല. ആ കഴിവിനെ അംഗീകരിക്കുക, അവരുടെ കൃതികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ആരാധിക്കുക എന്നുള്ളതാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ടീച്ചർ ഒരു എഴുത്തുകാരി മാത്രമല്ല, ടീച്ചർ മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റാണ്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അവരുടെ പ്രവൃത്തിയും അവരുടെ സ്പന്ദനവും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത് പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിലും മനുഷ്യാവകാശ ലംഘനമാണെങ്കിലും ഈ കാര്യത്തിലെല്ലാം തന്നെ വ്യക്തമായ നിലപാട്. ഇന്ന് പലപ്പോഴും പല സാഹിത്യകാരന്മാരും പലരും പറയാൻ ധൈര്യപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു ഭയവുമില്ലാതെ വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ് സാറാ ടീച്ചർ. അതാണ് എനിക്ക് അവരോടുള്ള ബഹുമാനം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും ഭരണവർഗത്തോട് ആഭിമുഖ്യം പുലർത്തുകയോ ഇല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്യുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനൊരു കാലഘട്ടത്തിൽ ധൈര്യമായി തൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ടീച്ചർക്ക് ആ കാര്യത്തിൽ യാതൊരു മടിയുമില്ല. അവരുടെ എഴുത്തിലും അത് പ്രകടനമാണ്. ആ മേഖലയ്ക്ക് ഞാൻ കടക്കുന്നില്ല, കാര്യം ഞാൻ അതിന് പറ്റിയ ആളല്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സ് 124, എത്രയോ 121 സ്ഥാനത്താണുള്ളത്. പല രാജ്യങ്ങളും പുറകിലാണ് നമ്മൾ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെ ആവുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ തകർക്കുന്ന ഒന്നാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇന്ന് സത്യത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്നത് അസത്യങ്ങളെയാണ്. ആരോ പറഞ്ഞതുപോലെ സത്യം ഒരു പടി ഇറങ്ങുമ്പോഴേക്കും അസത്യം 3 തവണ ലോകം ചുറ്റി വരും. ഫേക്ക് ന്യൂസാണെന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മൾ വേറെ യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ എങ്ങനെ മാധ്യമങ്ങളുടെ പങ്ക് എങ്ങനെ ആയിരിക്കണം, അവരെങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്ന കാലഘട്ടമാണത്. ഭരണഘടന സംവിധാനങ്ങളടക്കം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായും
അഭിപ്രായങ്ങൾ പറയാൻ മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ധൈര്യപൂർവ്വം സ്വന്തം അഭിപ്രായം പറയുന്ന സറ ടീച്ചറാണ് ഞാൻ ബഹുമാനിക്കുന്നത്. ഇത് പല കാര്യങ്ങളും ആരും പ്രതികരിക്കാറില്ല. എന്തുകൊണ്ട്? ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പറഞ്ഞു. വിരമിച്ചു കഴിഞ്ഞാൽ വേറെ പദവികളിൽ ജസ്റ്റിസുമാർ ഇരിക്കുന്നത് ധാർമ്മികമല്ല. കാരണം അതിൻ്റെ അർത്ഥം അവർ വേറൊരു തരത്തിൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതിന് മുമ്പത്തെ അനുഭവം നേരെ തിരിച്ചാണ്. വിരമിച്ചു കഴിഞ്ഞാൽ MP ആവുന്നു, വേറെ സ്ഥാനങ്ങളിൽ വരുന്നു. അതിൻ്റെ അർത്ഥം അവർ നീതിന്യായ പീഠത്തിലിരിക്കുമ്പോൾ അവർ സ്വാധീനിക്കപ്പെട്ടു എന്ന തരത്തിലാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിനും പലതരത്തിലെ വിലക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. പല ഭീഷണികളും ഉയരുന്നുണ്ട്. ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി ആക്രമണങ്ങൾ നടന്നു. ഇതൊരു സ്വതന്ത്ര ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ജനാധിപത്യ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് സാഹിത്യ സാമൂഹിക രംഗത്തുള്ള പ്രതിഭകളാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അവരിന്ന് അതിന് മുതിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ മാധ്യമങ്ങളുടെ റോൾ എന്താണ്? കേരളത്തിൽ എത്രയോ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെയല്ല. ഭരണകൂടത്തിന് എന്ത് വിവരമാണോ അറിയിക്കേണ്ടത് അത് മാത്രമേ ജനങ്ങൾ അറിയുള്ളൂ, അത് മാത്രം അറിയിക്കാൻ പാടുള്ളൂ. മറച്ച് ചെയ്തു കഴിഞ്ഞാൽ അവർ വരുതിക്ക് വരുത്താൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട്. അത് പലതും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിവിടെ ഞാൻ തുറന്നു പറയുന്നില്ല. അപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. അതിനെ അടക്കം ഇന്ന് ഇല്ലാതെ ആക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള അവർ പറയുന്ന വാക്കുകൾ കേൾക്കാനും വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. അവർക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കും നല്ല രീതിയിൽ. അങ്ങനെയുള്ള ധൈര്യം കാണിച്ചൊരു വ്യക്തി കൂടിയാണ് സാറാ ടീച്ചർ. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി തുടങ്ങിയത് ഒരു ബിസിനസ് സ്ഥാപനമായിട്ടല്ല, മറിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്. ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റിയെങ്കിലും ഇന്ന് പൂർണ്ണ രൂപത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്ക് അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്, കടമയാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന് വരും വാക്കുകൾ ഒതുങ്ങേണ്ട ഒന്നല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ട ഒന്നാണ്. അതിന് അസാമാന്യമായ ധൈര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വേണം. ആ ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വ്യാജ വാർത്തകൾ. കുറച്ചു കാലം മുമ്പ് വരെ ഇതെന്തോ ജിഹാദി പത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി മേടിച്ചു എന്ന്. നമ്മളൊന്നും വിറ്റിട്ടില്ലല്ലോ അല്ലേ?
നമ്മൾ വിൽക്കണമല്ലോ, ആർക്കെങ്കിലും മേടിക്കണമെങ്കിലല്ലേ. ഇപ്പം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ MP ആയിരുന്ന സമയത്ത് സെൻട്രൽ ലോഡ്ജ് രാജീവിനെ ചോദിച്ചു, രാജീവേ ഇപ്പം നിങ്ങൾ മേടിച്ചു എന്നും പറയുന്നുണ്ട്, ജമായത്ത് നിങ്ങൾ വിറ്റോ അല്ല നിങ്ങൾ മേടിച്ചോ എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ ധാരാളം ആൾക്കാരുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വിശ്വസിക്കുന്ന അഭ്യസ്തവിധരായ ആൾക്കാരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ഒരുപക്ഷെ ഒരു ഗ്രാമപ്രദേശത്തിൽ അറിയാത്ത ആൾക്കാണെങ്കിൽ മനസ്സിലാക്കാം. അപ്പം നമ്മൾക്കിങ്ങനെ ഈ വാട്സാപ്പിലൂടെയും മറ്റതിലൂടെയും തള്ളിവിടുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ധരിക്കുന്നൊരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ സത്യം എഴുതുമ്പോൾ ചേരി തിരിഞ്ഞു നിന്ന് അതിനെ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ, രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മറ്റുള്ള സംഘടനകളാണെങ്കിലും അവർക്ക് ഹിതകരമല്ല എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ വേണ്ടി എന്തും എഴുതി പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സത്യം എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല. കാരണം അതിന് പല രീതിയിലും അതിന് അതിശോക്തി കലർത്തി കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അതാണ് ശരി, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ടീച്ചറെ പോലുള്ള ആൾക്കാരുടെ പ്രസക്തി. അവർ സധൈര്യം വിളിച്ചു പറയണം കാര്യങ്ങൾ. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്, അതിനെ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കണം. ജനങ്ങളെ ആഹ്വാനം ചെയ്യാൻ അവർ തയ്യാറാവണം. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ അതിന് വലിയ വിലയുണ്ട് സമൂഹത്തിൽ. എഴുത്ത് മാത്രമല്ല, നിങ്ങൾ അതിനേക്കാളും ഉപരിയായി ഈ സമൂഹത്തിൽ നടക്കുന്ന ഇന്നത്തെ ചില പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ എടുക്കാൻ കൂടി ബാധ്യസ്ഥരാണ് എഴുത്തുകാരും സാഹിത്യ ലോകത്ത് പ്രവർത്തിക്കുന്നവരും. ആ ടീച്ചർ ചെയ്യുന്നതിൽ വലിയ അഭിമാനമുണ്ട്.